ഹൃദയപൂർവ്വം നമസ്കാരം. പ്രതിപക്ഷ നേതാവ് ഞാൻ അതാണ് പറഞ്ഞത്, ഇറങ്ങുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. കാരണം പ്രതിപക്ഷ ലീഡർ ഇരിക്കുമ്പോൾ എനിക്ക് ഈ വളഞ്ഞ് പ്രസംഗിക്കാൻ അറിവുള്ള ആളല്ല. അതുകൊണ്ട് ഒരാളെ ഇരുത്തിക്കൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പോകുന്നത് നല്ലതാണ് എന്ന് സ്വയം അദ്ദേഹത്തോട് തന്നെ ഞാൻ സംസാരിക്കുന്നില്ല. കേരളത്തിന്റെ നിയമസഭയിൽ 1956 ശേഷം നമ്മൾ ഇന്ന് എത്തിവരുന്നത് 2025 കേരളം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. കേരളത്തിൽ മുഖ്യമന്ത്രിമാർ മാറി മാറി വന്നു. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന നിങ്ങൾ കൊയ്യുന്ന നിങ്ങളുടെ വയലേലകൾ അല്ലെങ്കിൽ ആരാന്റെ വയലേലകൾ നിങ്ങളുടേതാകും എന്ന് പറഞ്ഞവരും കേരളം ഭരിച്ചു, അല്ലാത്തവരും കേരളം ഭരിച്ചു. ഈ സമുദായ സംഘടനയുടെ യോഗത്തിൽ ജാമ്യമെടുക്കാതെ സംസാരിക്കാൻ സാധിക്കുന്ന ഏക ആൾ ഞാനാണ്. കാരണം ഞാൻ കേരള നിയമസഭയ്ക്കകത്ത് എന്റെ പാർട്ടി ശ്രീമാൻ ഒ രാജഗോപാൽജിക്ക് ശേഷം ഒരാളും ഇന്ന് കേരള നിയമസഭയിൽ ഇല്ല. എന്തുകൊണ്ടാണ് കേരളത്തെ ഇത്രകാലം ഭരിച്ചവർക്ക് എന്താണ് പാവപ്പെട്ടവരെ രക്ഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കേന്ദ്രത്തിന് കൊടുക്കാൻ സാധിക്കാത്തത്? അതല്ലേ ചോദ്യം. കേരളവും മാറി മാറി ഭരിച്ചതല്ലേ ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശന്റെ പാർട്ടി അല്ലെ? കേരളത്തിൽ 404 എംപിമാർ ബഹുഭൂരിപക്ഷത്തിൽ രാജ്യം ഭരിച്ചത്. ആ രാജ്യം ഭരിച്ച സമയത്ത് അടിസ്ഥാന വർഗക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പട്ടികജാതി വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തത് ചരിത്രത്തിൽ നിന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു അവശ്യ വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിന് എടുത്തു കാണിക്കാൻ സാധിക്കുമോ? ഇല്ല. ഇപ്പോഴോ ഭാരതീയ ജനതാ പാർട്ടിയുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഒരു തവണ ഭരിച്ചു 13 ദിവസം, പിന്നെ കുറച്ച് മാസങ്ങൾ, ഒരു ടേം പൂർത്തിയാക്കി. ആ സമയത്താണ് അടൽ ബിഹാരി വാജ്പേയി ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യയിൽ യാത്ര ചെയ്തപ്പോ, ഞാൻ സൗത്ത് ഇന്ത്യയിൽ യാത്ര ചെയ്തപ്പോ, ഭാരതത്തിൽ ആകമാനം യാത്ര ചെയ്തപ്പോ കുഴിയിലാണ്ട കണ്ണുകളും വിഷമൊട്ടിയ വയറുമായി ജീവിക്കുന്ന അടിസ്ഥാന ജനവിഭാഗത്തെ ഞാൻ കണ്ടു. എനിക്ക് അവരെ ഏത് അടിസ്ഥാന ജനവിഭാഗമാണ് എന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്, ഇവിടുത്തെ ഒരു കുടുംബം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അമ്മമാരുടെ മടിശീലയിൽ പണമുണ്ടാകണം. അങ്ങനെ പ്രഖ്യാപിച്ച പദ്ധതിയാണ്. അന്ന് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മലപ്പുറത്ത് വെച്ചുകൊണ്ടാണ് ആ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആ പരിപാടിക്ക് വേണ്ടി പേരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നായനാരോട് ആവശ്യപ്പെട്ടു. അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം BJP വിശ്വസിക്കുന്ന ആളായിരുന്നു. പേരിട്ട് വിളിച്ചു. ആ പദ്ധതിയാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ പദ്ധതിയിൽ അടിസ്ഥാന വർഗക്കാരന്റെ എത്ര ആളുകൾ, എത്ര സ്ത്രീകൾ ADS-ന്റെയും CDS-ന്റെയും തലപ്പത്തിരുന്നുകൊണ്ട് ഇത് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. SC/ST വിഭാഗക്കാർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ ആ വിഭാഗത്തിൽപ്പെട്ടവർ മത്സരിച്ചാൽ മാത്രമേ മത്സരം നടക്കൂ എന്നുള്ളതുകൊണ്ട് അവരെ മത്സരിപ്പിക്കുന്നു എന്നതൊഴിച്ചാൽ ഇത്ര കാലം കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഭരണപക്ഷവും പ്രതിപക്ഷവും എന്തുകൊണ്ടാണ് അവശ്യ ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ കേരള നിയമസഭയിൽ ചർച്ചയിൽ ഒതുക്കാതെ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾക്ക് ഇത് നേരിടുന്ന വിഷയമാണ് എന്ന് എന്താണ് പറയാത്തത്? എന്തുകൊണ്ടാണ് പറയാത്തത്? വേടൻ പാടുന്നുണ്ട്. വേടൻ പാടുന്ന അവസ്ഥയിലേക്ക് ആധുനിക കാലഘട്ടത്തിലെ കേരളം, ആ കേരളത്തിൽ വീണ്ടും വീണ്ടും വേടന്മാരെ കൊണ്ട് പാട്ടു പാടിപ്പിക്കുകയും അവർക്ക് വേണ്ടി കൈയടിക്കുകയും ചെയ്താൽ മാത്രം പാവപ്പെട്ടവർ വിജയിക്കുമോ? ഇവിടെ എത്ര ആളുകൾ MLA-മാരായി SC വിഭാഗത്തിൽ നിന്ന് പ്രതിനിധീകരിക്കപ്പെട്ടവർ കേരള നിയമസഭയ്ക്കകത്ത് പോയാൽ അവിടെ നാട്ടിൽ നിവർത്തി നിന്നുകൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എന്റെ സമുദായം ദുരിതം അനുഭവിക്കുന്നു എന്ന് പറയാൻ ജയിച്ച് എഞ്ചിനീയറായാൽ അല്ലെങ്കിൽ ഡോക്ടറായാൽ SC വിഭാഗക്കാരനാണ് എന്ന് പറയാൻ മടിയാണ്. ആ മടി മാറ്റണം. ആദ്യം അതാണ് മാറ്റേണ്ടത്. അത് മാറ്റിയിട്ട് ഒരാൾ ഉന്നത വിദ്യാഭ്യാസത്തിലെത്തിയാൽ, അവാർഡ് കിട്ടിയാൽ, റാങ്ക് കിട്ടിയാൽ, വലിയവരായാൽ തന്റെ സമുദായത്തിൽപ്പെട്ടവർ പൊതുസമൂഹത്തിൽ ദുരിതം
കുറവാണ്. ഡോക്ടറായാൽ ഡോക്ടറുടെ ജാതി SC ആണ് എന്ന് പറയുന്നത് ഡോക്ടറുടെ മകൾക്കും ഇഷ്ടമല്ല, മരുമകനും ഇഷ്ടമല്ല, കുടുംബക്കാർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ സമുദായം നന്നാവാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. ഒരു വലിയ ഓഫീസറായിട്ടിരുന്നാൽ ഏതെങ്കിലും തലപ്പത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ കോരന്റെ ബന്ധുവാണ്, കാളിയുടെ ബന്ധുവാണ് എന്ന് പറയാൻ മടിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് മാറണം. മറ്റു സമുദായത്തിലെ നേതാക്കന്മാരുണ്ടല്ലോ, എന്തൊക്കെ കുറ്റം പറഞ്ഞാലും SNDPയുടെ അധ്യക്ഷനാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് SNDPയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഡോക്ടർമാരാക്കണം? അതാക്കാൻ വേണ്ടിയിട്ട് യൂണിയൻ പ്രസിഡന്റും യൂണിയൻ സെക്രട്ടറിയും പണിയെടുക്കണം. പൈസയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പണം പിരിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കണം, വിജയിപ്പിക്കണം എന്നുള്ള തീരുമാനം എന്തുകൊണ്ടെടുത്തു? എന്തുകൊണ്ട് ഉന്നതമായിട്ടുള്ള നിലപാടുകളിൽ എന്താണ് ജാതി പറഞ്ഞിട്ടുണ്ടോ? ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ഗുരു അല്ലെ? എല്ലാവരെയും ഒരാളുടെ ആത്മോപദേശ ശതകത്തിലും അതുപോലെ തന്നെ ദർശനമാലയിലുമൊക്കെ മനസ്സുകൾ വ്യാപരിച്ചു കഴിഞ്ഞാൽ, സുബ്രഹ്മണ്യാഷ്ടത്തിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരു ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി കൊണ്ടുള്ള ഒരു വലിയ സബരിയാണ്. എന്നാൽ ആ സംഘടന പിന്തുടർന്ന് വന്ന കുമാരനാശാന്റെ വീണപൂവും ദുരവസ്ഥയും ഞാനിവിടെ സമയത്തിന്റെ പരിമിതി മൂലം അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ അവർ ഇന്നും പറയുകയാണ്, എന്താണ്, ഞങ്ങളുടെ 10 SNDPക്കാര് അവർ ചുമതലയിൽ വരണം എന്ന് പറയാൻ, അതെവിടെയും ഷാഠ്യം പിടിക്കാൻ. ഞങ്ങളുടെ വോട്ട് വേണമെങ്കിൽ തലയിൽ മുണ്ടുണ്ടോ തലയിൽ മുണ്ടിടാതെയോ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടുപടിക്കല് വരാൻ തയ്യാറുള്ളവരെ വിജയിപ്പിക്കുമെന്ന് തീരുമാനിക്കുമ്പോ വിറച്ചുകൊണ്ട് അർദ്ധരാത്രിയിലും പുലർച്ചയിലുമൊക്കെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് പോലെ, സുകുമാരൻ സാറിനെ കാണാൻ ചെല്ലുന്നത് പോലെ ഇവിടുത്തെ സാധുജന പരിപാലന സംഘത്തിന്റെ നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ എന്ന് വരുന്നുവോ അന്ന് ഈ സമൂഹത്തിന്റെ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. അതിലെന്ത് വേണം? അതിന് നിയോജക മണ്ഡലത്തിൽ ആളുണ്ടാകണം, അതിന് പഞ്ചായത്തിൽ നിങ്ങൾക്ക് ആളുണ്ടാകണം, അതിന് ബൂത്തിൽ നിങ്ങൾക്ക് ആളുണ്ടാകണം, പ്രാദേശിക തലത്തിൽ ചോദിക്കണം. ബഹുമാനപ്പെട്ട VD സതീശനോടും ശോഭാ സുരേന്ദ്രനോടും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനോടും പറയണം, ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആവാൻ യോഗ്യയായിട്ടുള്ള ഒരു ലീഡർ ആയിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ആളുണ്ട്. ടിക്കറ്റ് വേണം, പറയണം, ആവശ്യപ്പെടണം. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉണ്ടാകണം. ഇവിടെ രാജപ്പേട്ടൻ എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? ഞാൻ ഈ സമുദായ സംഘടനയുടെ നേതാവാണെന്ന്. കൂട്ടത്തിൽ ഞാൻ ഒരു MLA ആണ് എന്ന് പരിചയപ്പെടുത്തിയാൽ എന്താ, പുളിക്കുമോ? ഇല്ല. അങ്ങനെ പരിചയപ്പെടുത്താൻ താഴെ തട്ടിൽ നിന്ന് മുകളിൽ നിലയിലേക്ക് വരെ വേണ്ടി വന്നാൽ MP ആയിട്ടും മത്സര രംഗത്തേക്ക് കടന്നു വരാൻ ഞങ്ങൾക്കും ആളുകളുണ്ട് എന്ന് ഷാഠ്യം പിടിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ കേരളം മുന്നോട്ട് പോവുകയാണ്. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, കേരളത്തിന്റെ നിയമസഭയിൽ കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ബഹുമാനപ്പെട്ട സതീശനോട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന വളരെ വിചക്ഷണനായിട്ടുള്ള ഒരാളുണ്ട്, എഴുതിയ ആളുണ്ട്, ലേഖനം ഞാൻ വായിക്കുകയായിരുന്നു. അപ്പോ അദ്ദേഹമൊക്കെ പറയണം, എന്താണ്, കഴിഞ്ഞ 10 വർഷം ശ്രീമാൻ നരേന്ദ്രമോദി ഇവിടുത്തെ SC ST ജനവിഭാഗത്തിന് വേണ്ടി കൊടുത്ത ഫണ്ടിന്റെ കണക്കെത്രയാണ്? കോൺഗ്രസ് രാജ്യം ഭരിക്കുന്നതിനേക്കാൾ 15 ഇരട്ടിയോളം തുക കിട്ടിയിട്ടും അതിൽ എത്ര കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു എന്നുള്ള ഒരു ചോദ്യം കേരള നിയമസഭയ്ക്കകത്ത് ചോദിച്ചുകൊണ്ട് കേരളത്തിലെ ഭരണകൂടത്തെ കൊണ്ട് ഒരു ഉത്തരം പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി സാധിക്കുമോ എന്ന് സമുദായ സംഘടനകൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എണ്ണാൻ സാധിക്കാത്ത കോടികൾ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ലാപ്സാക്കി കളഞ്ഞു. ചില ആളുകൾക്ക് ഞാൻ ചില ആളുകളെ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ 15 കൊല്ലം മുമ്പും ഇതുപോലെയാണ്. ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങി നടക്കുമ്പോൾ 15 കൊല്ലം മുമ്പ് എന്നെ കണ്ട ഒരാളും ഇപ്പൊ വണ്ണം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വേഷഭൂഷാദികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നാൽ 15 വർഷം മുമ്പ് അടിസ്ഥാന ജനവിഭാഗത്തിലെ ചില വ്യക്തികളുമായിട്ട് പൊതുചർച്ചയിൽ പങ്കെടുത്ത ഞാൻ 15 വർഷം കഴിഞ്ഞ് ചില ആളുകളെ കണ്ടപ്പോ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ചില ആളുകളെ കണ്ടപ്പോ നേരടിയായിട്ട് ബ്യൂട്ടി പാർലർ തെറ്റല്ല, കുറെ ആളുകൾ ജോലി ചെയ്യാനും നമ്മുടെ സ്ത്രീകൾക്ക് അതിൽ നിന്ന് തൊഴിലും പണവും ഒക്കെ കിട്ടാൻ നല്ല കാര്യമാണ്. എന്നാൽ തന്റെ മുഖത്ത് റോസ് പൗഡർ ഇടാനും തന്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടാനും തനിക്ക് നല്ല സാരി വാങ്ങാനും തനിക്ക് നല്ല കാറ് കിട്ടാനും അവകാശമുള്ളതുപോലെ പാവപ്പെട്ടവന് വേണ്ടി സംസാരിച്ച് പാവപ്പെട്ടവൻ മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഞങ്ങളെയൊക്കെ ഇതിന്റെ ഉന്നത നിലയിൽ എത്തിച്ചിട്ടുള്ളത് എന്ന ബോധ്യം അത്
കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി, അതായത് SC/ST വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ആളുകളിൽ കുറഞ്ഞു പോകുന്നില്ലേ എന്നുള്ള ഒരു സംശയം കൂടി ഞാനിവിടെ ഉന്നയിക്കുകയാണ്. ചില വ്യക്തികളുടെ പേരുകൾ ഞാൻ പറയാത്തത് അത് തീർച്ചയായിട്ടും ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്, എന്തെങ്കിലുമൊക്കെ അവർ കേരളത്തിൽ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ആ ചെറിയ കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. പിന്നൊന്ന്, എന്നെ സംബന്ധിച്ച്, എൻ്റെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇത്രയും മതിയോ? ഇതാണോ നിങ്ങൾ ചോദിക്കും, ശോഭാ സുരേന്ദ്രന്റെ പാർട്ടി നിങ്ങളങ്ങനെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സമരം നടത്താനാണ് പറ്റുന്നത്. ഞങ്ങൾ കേരള നിയമസഭയുടെ പുറത്താണ്, കേരള നിയമസഭയുടെ അകത്ത് പോയിട്ട്. അപ്പൊ ചോദിക്കും, അത് നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളെ ആളുകൾ വിജയിപ്പിക്കാത്തത് എന്ന ചോദ്യം ചോദിച്ചാൽ, കഴിവില്ലാത്തത് കൊണ്ടല്ല. ഞാൻ ഉൾപ്പെടെ 7 പേരെ കേരള നിയമസഭയുടെ പുറത്തു നിർത്തിയത് 2 മുന്നണികളും ഒരുമിച്ച് വോട്ട് മറിച്ചു കൊടുത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്റെ കൂട്ടുകാർ 6 പേരും 2ാം സ്ഥാനത്ത് വന്നതാണ്. 5 കൊല്ലം മുമ്പും ഞങ്ങൾ 6 പേര് 2ാം സ്ഥാനത്ത് വന്നു. ഞങ്ങൾ ഒരു 6 ആള് കേരള നിയമസഭയുടെ അകത്ത് പോയിരുന്നെങ്കിലോ ഇതാകുമായിരുന്നോ സ്ഥിതി? പറയാൻ നാവുള്ളവർ. അപ്പോ വലിയ കഴിവുണ്ട് എന്നല്ല, പക്ഷേ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജാതിക്കും മതത്തിനും കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വേദന അറിയുന്ന പലരും കേരള നിയമസഭയുടെ പുറത്ത് നിൽക്കുകയാണ്. എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സാധാരണ രാഷ്ട്രീയക്കാര് എല്ലാവർക്കും പരിപാടിക്ക് ഡേറ്റ് കൊടുക്കും, എന്നാൽ അത് പുസ്തകത്തിൽ ഡയറിയിൽ എഴുതി വെക്കും. പക്ഷേ എൻ്റെ ഇതിൽ പറ്റിയൊരു പിശക്, വേറൊരു ദേശീയ പരിപാടി പെട്ടെന്ന് പങ്കെടുക്കാനുള്ളത് ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്ന് എന്നെ ഒഴിവാക്കാമോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഒന്ന് വന്നില്ലെങ്കിൽ അത് മോശമാകും എന്നാണ് പറഞ്ഞത്. അപ്പോ എനിക്കും തോന്നി. കാരണം എന്താണെന്ന് അറിയുമോ, ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്, ആദരിക്കുന്നത് പാവപ്പെട്ടവരെയാണ്. പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടും ആദരിക്കുന്നത് കൊണ്ടും എൻ്റെ, അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ്. വലിയ വലിയ മുതലാളിമാരെ ചില ആളുകളെ പേര് ഞാൻ പറയുന്നില്ല, കാണാൻ പോകാത്തതിന്റെ പേരിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് വേട്ടയാടലുകൾക്ക് വിധേയപ്പെട്ട ഒരു സ്ത്രീയാണ്. പക്ഷെ എന്നോട് എഴുത്തും വായനയും ഇല്ലാത്ത എൻ്റെ അച്ഛൻ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. അച്ഛൻ പറഞ്ഞു, എന്താണെന്ന് അറിയാം, അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല, വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് പഴമയെക്കുറിച്ചറിയാം, പാരമ്പര്യത്തെക്കുറിച്ചറിയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അപ്പൊ നമ്മൾ ബാലഗോകുലത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ സംസ്കൃത ശ്ലോകങ്ങൾ അച്ഛന് ചൊല്ലിക്കൊടുക്കും. അപ്പൊ അച്ഛൻ ചോദിക്കും, നീ സംസ്കൃതം പഠിച്ചിട്ടില്ലല്ലോ? അപ്പൊ ഞാൻ പറയില്ല, പക്ഷെ ബാലഗോകുലത്തിന്റെ ക്ലാസ്സിലൂടെ ഈ സംസ്കൃത ശ്ലോകങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ അടുത്തിരുത്തിക്കൊണ്ട് പറയും, എന്ത് ശ്ലോകം ചൊല്ലിയാലും എന്ത് പാട്ട് പാടിയാലും നമ്മുടെ നാട് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആര് രക്ഷപ്പെടണം? ആള് പറയും, ഞങ്ങളുടെ പാടത്ത്, ഞാനൊക്കെ ചാണകം കോരുന്ന അല്ലെങ്കിൽ പാടത്ത് കൊയ്യാൻ പോകുന്ന, കള പറിക്കാനായിട്ട് പോകുന്ന ആ ഞങ്ങളുടെ പാടവരമ്പിന്റെ അരികിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ 10-15 ആളുകളുണ്ട്. അപ്പോ വരടൻ പാടം എന്നാണ് അതിന്റെ പേര്, തെക്കങ്കര പഞ്ചായത്തിലാണത്. ആ പാടവരമ്പിലൂടെ നടന്നു പോകുമ്പോ ആ വീടിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് അവര് കൊട്ട നെയ്യുന്നുണ്ട്, മെടഞ്ഞെടുക്കുന്നുണ്ടാവും. അപ്പൊ എന്റെ അച്ഛൻ പറയും, കണ്ടോ, ആ കൊട്ടയില്ലാതെ, അതിന്റെ ചെറിയ പൂക്കൂടയില്ലാതെ ഓരോണവും കേരളത്തില് ഉണ്ടാകുന്നില്ല. അപ്പോ എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും, കാരണം എന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു തരാൻ അറിയൂ. കാരണം അവിടെ കാരണന്മാർക്ക് വിളക്ക് വെക്കും, അതില് വീട്ടിലുള്ള കുട്ടിയുടെ തലയിൽ തേക്കാൻ എണ്ണയില്ലെങ്കിലും അച്ഛന് പ്രശ്നമില്ല. പക്ഷെ ഭഗവാന്റെ മുന്നിലുള്ള കൊച്ചു വിളക്കിന് എണ്ണ ഒഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അച്ഛൻ അന്ന് പറഞ്ഞു, ആ പൂക്കൂട ഇല്ലാതെ ഓണമില്ല. ആ കൊട്ട കൂടുതൽ വാങ്ങും. അപ്പൊ ഞങ്ങളൊക്കെ ചോദിക്കും, എന്തിനാണ് ഇത്ര അധികം കൊട്ട വാങ്ങുന്നത്? അപ്പൊ അച്ഛൻ പറയും, ആ കൊട്ട വിറ്റുകൊണ്ട് കിട്ടുന്ന അതിന്റെ ഉപജീവനം എന്നൊന്നും വാക്ക് പറയാൻ എന്റെ അച്ഛൻ അറിയില്ല, അതിൽ നിന്ന് കിട്ടുന്ന ഒരൊറ്റ വരുമാനം കൊണ്ടാണ് ആ വീട് ജീവിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? കൊട്ട നമ്മൾ കുറെ വാങ്ങണം. നമ്മൾ വരടൻ പാടം കൊയ്യുമ്പോ ആ കൊട്ടയ്ക്ക് കണക്കില്ലാതെ, അതായത് എത്രയാണ് കൊട്ടയുടെ പൈസ എന്ന് ചോദിക്കാതെ വലിയ മുറത്തില് നെല്ലളന്നു കൊടുക്കുന്ന എൻ്റെ അച്ഛന്റെ ഓർമ്മ, അത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ എത്രയേറെ യാത്ര ചെയ്തിട്ടും നിലനിർത്താൻ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്ക് ഒപ്പിടാനുള്ള പേനയില്ല, ഞാൻ MLA അല്ല, MP അല്ല, എന്റെ കുറ്റം കൊണ്ടല്ല. ഞാൻ 9 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 9 തെരഞ്ഞെടുപ്പിൽ
മത്സരിച്ച് 2ാം സ്ഥാനത്ത് 2 തവണ വന്നു. എന്റെ വയസ്സിങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജയിച്ചാലല്ലേ നിയമസഭയിൽ എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ? ഞാൻ ജയിച്ചാലല്ലേ പാർലമെന്റിലേക്ക് എനിക്ക് പോകാൻ സാധിക്കും? ഞാനെന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. അതായത് ഈ സമൂഹത്തിൽ ഞാൻ ജയിച്ചില്ലെങ്കിലും നിങ്ങളിൽ ചിലർ ജയിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും താഴെത്തട്ടിൽ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ നടത്തി ഗജകേസരികളാകാൻ സമുദായിക സംഘടനയിലെ ആളുകൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് കുറച്ച് ആളുകൾ അതിന് തയ്യാറെടുപ്പ് നടത്തിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിലേക്ക് ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും പാവപ്പെട്ടവനെ മറന്നുകൊണ്ടുള്ള ഒരു ഭരണകൂടത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ തയ്യാറാക്കി തരുന്ന നിവേദനങ്ങൾ, ആ നിവേദനങ്ങൾ കേന്ദ്രത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ കയ്യിൽ കൊടുക്കാൻ, അതിന് സഹായിക്കാൻ എനിക്ക് പറ്റും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ നിവേദനങ്ങൾ അത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരനോട് നിങ്ങളോടൊപ്പം ചെന്നിരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് ഈ വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുന്നിലും എത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഇടനിലക്കാരിയായിട്ട് പ്രവർത്തിക്കാൻ, നിങ്ങളുടെ ജോലിക്കാരിയെ പോലെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും. അത് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതികൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ കുറച്ച് സ്നേഹം എന്നോട് കൂടുതലുണ്ട്. അത് ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞ് കളയാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും നമ്മളിവിടെ ഒരുമിച്ച് കൂടി, നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടു. നിങ്ങളിൽ നിന്ന് അനവധി ആളുകൾ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്നെ ഇവിടെ വിളിച്ചതിനും 2 വാക്ക് പറയാനുള്ള അവസരം നൽകിയതിനും സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം.